ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു ടെമ്പിൾ വിസിറ്റാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു തമിഴ് ടെമ്പിൾ ഉണ്ട്. അതൊരു ശ്രീലങ്കൻ ടെമ്പിളാണ്. അപ്പം നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. നോക്കിക്കോ അത് ഒന്ന് കാർത്തികനെ ഡാൻസ് ഒക്കെ തട്ടിക്കൊണ്ട് പോകും. കണ്ണാടി ഇല്ലാത്ത കാർത്തികനെ കണ്ടോ? വധുവരന്മാരെ ക്ഷണിക്കുന്നു. അതെ, യൂറോപ്പിൽ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാംഗ്ലൂർ ഉണ്ടായാലും മതി. ഗ്രീൻ കാർ, പ്രത്യേക ഗ്രീൻ പച്ച 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 വീട്ടിൽ പോയി എടുത്താലും പോരെ. നമ്മുടെ വ്ളോഗർ കാർത്തിക ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിതാ ട്രെയിൻ ഇറങ്ങി. ഇനി നമുക്കൊരു ബസ്സും കൂടെ കയറിയാലാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലെത്തുന്നത്. ഇതാണ് ഹോൾ ബേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ഇനി സ്ലേഗൽസിലോട്ടുള്ള ബസ് കയറും. ഇതാണ് സ്ലേഗൽസ് 420 ബസ്. ഇന്നത്തെ കാർന്നവരാ. പോകുന്ന വഴി ട്രെയിനിൽ നിന്നൊരു ഒരുക്കം, ബസ്സിൽ നിന്ന് ഇനിയും ഒരു ഒരുക്കം, ബാക്കി അമ്പലത്തിൽ പോയിട്ട് ഒരുക്കം. ഒന്ന് പൊളിക്കും. അമ്പലത്തിലൊരു ചെറുക്കന്മാർ വരുന്നു. അല്ല, അമ്പലത്തിൽ ഏത് തമിഴ് കൊടുക വരുന്നുണ്ടെന്ന് തോന്നുന്നു. അമ്പലത്തിലെ ശാന്തിവല്ലാണോ? ഗൗരി ഒറ്റ പ്രാവശ്യം അമ്പലത്തിൽ പോയപ്പോഴേ അമ്പലത്തിൽ ആളെ കണ്ടു വെച്ചു. 3 ചെക്കന്മാർ കഥ വെച്ചിട്ട് എന്നെ കണ്ട ഇളയതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഡെൻമാർക്കിലൊരു ബോയ് ഫ്രണ്ട്, ഇന്ത്യയിലൊരു ബോയ് ഫ്രണ്ട്. എന്ത് വേണം? നോ പ്രോബ്ലം ഡാ. നമ്മളിതാ സ്ലേഗൽസ് ഒന്ന് ബസ് കയറിയിട്ടിരിക്കുകയാണ് കേട്ടോ. ബസ് ഇരുന്ന് ഒരുക്കമൊക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ അമ്പലത്തിലെത്തും. ശ്രീ മുരുകൻ ടെമ്പിൾ. അമ്പലത്തിൽ പോകുന്നൊരു വൈബൊന്നും കാണാനില്ലെങ്കിലും നമ്മൾ അമ്പലത്തിലാണ് പോകുന്നത്. വൈബ് കംപ്ലീറ്റ്ലി കാർത്തികയിലാണ്. അമ്പലം വൈബ്. അതെ അതെ, ദേവി. മുരുകൻ്റെ അമ്പലത്തിലോട്ട് ദേവി വരുന്നു എന്നാണ് വിചാരിച്ചത്. എങ്ങനെയോ അത് വായിക്കും. ഹലോ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ശ്രീ മുരുകൻ ടെമ്പിൾ, ഡെൻമാർക്കിൽ വന്നിട്ട് ഒരു അമ്പലം. അതെ, എവിടെ പോയാലും നമ്മള് ദൈവത്തിനെ സോപ്പിടാൻ ഒരിക്കലും മറക്കരുത്.
അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആയിട്ടോ ഈ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട്. ഡെൻമാർക്കിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ വരുന്നത്. ഇവർ രണ്ടുപേരും നേരത്തെ വന്നിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഈ അമ്പലത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കും, നമുക്ക് ആ ഒരു ടെമ്പിൾ വൈബൊക്കെ ഉണ്ടാവുമോ എന്ന് നോക്കാം. പിന്നെ ഇതൊരു ശ്രീലങ്കൻ തമിഴ് ടെമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ശ്രീലങ്കൻ തമിഴ് ടെമ്പിൾ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെയാണോ എന്നൊക്കെ അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മളിതാ അമ്പലത്തിലോട്ട് എത്തി. ഇതാ അവിടെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തി, നമുക്ക് നോക്കാം. നമ്മളുടെ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിൻ്റെ ബിൽഡിംഗ് ആണിത്. ഇവിടെ നിറച്ചും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഒരു സ്ഥലമാട്ടോ. ഇത് ഫുൾ അമ്പലത്തിൻ്റെ ബിൽഡിംഗ് ആണ്. അമ്പലമാണെന്നൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ നോർമൽ ഒരു ബിൽഡിംഗ് പോലത്തെ കേട്ടോ. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. ഒരു വിനായകൻ്റെ ഇതുണ്ട്. ഹൗ മച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ശ്രീ വേൽമുരുക ടെമ്പിൾ. ഇതാണ് കേട്ടോ ടെമ്പിളിൻ്റെ ബോർഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിൽ പോലെ അത്ര വലുതൊന്നുമല്ല ഒരു ബിൽഡിങ്, പക്ഷെ അതിനകത്ത് ടെമ്പിൾ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഗണപതിൻ്റെ ഒരു ഇതുണ്ട്. ഇതാണ് തീർന്ന സ്ഥലം. കംപ്ലീറ്റ് ബിൽഡിങ്. എങ്ങനെയാ കയറുന്നത്? ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? അവധി ദിവസമായിട്ടും. എന്താ ഒന്ന് അവധിയാണോ? 6 തൊട്ട് 7 വരെയാ, വൈകുന്നേരം 6 തൊട്ട്. അല്ല, രാവിലെ. അയ്യോ, 6 തൊട്ട് 7 വരെ വൈകുന്നേരം. പക്ഷെ ഇതില് ഗൂഗിളിൽ അങ്ങനെയല്ലല്ലോ. അയ്യോ, എന്തെന്നാ? അല്ല, ഇവിടെ ടൈം നോക്കുവാണെങ്കിൽ കറക്റ്റാ. 6 തൊട്ട് വൈകുന്നേരം 6 തൊട്ട് 7 വരെ. അയ്യോ, ഞാൻ വൈകുന്നേരം പോന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അങ്ങനെയല്ലല്ലോ കാണിക്കുന്നത് ഇതില്. എന്താ ഗൂഗിളില് വിളിക്കും. വിളിച്ചെന്ന് പറഞ്ഞപ്പോ നമുക്ക് വേണ്ടി അമ്പലം തുറന്നു തരില്ല. എന്നാലും ഇത്ര ദൂരം വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോ ഒരിക്കലും കുളിക്കാറില്ല. എവിടെയെങ്കിലും പോയെന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട്. അല്ല, നമ്മൾ അമ്പലത്തിൽ വന്നതാണ്. ഗൂഗിളിൽ ഇങ്ങനെയാണല്ലോ ടൈം കാണിക്കുന്നത്. 6 to 7:30. ഗൂഗിളിൽ എന്ത് കണ്ട് അറിയണോന്നറിയില്ല. ഇതാണ് അമ്പലത്തിന്റെ എൻട്രൻസ് എന്നാണ് പറയണത് നിങ്ങള്. എന്നാലും ദൈവമേ, ഞങ്ങൾ ആരുടെ ചെരുപ്പ് കിടപ്പുണ്ടല്ലോ, പൂജാരിയുടെ ആയിരിക്കുമല്ലേ. എന്നാലും ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് ഒന്ന് കേറാൻ പറ്റിയില്ലല്ലോ. പക്ഷെ നമ്മളങ്ങനെ കേറ്റൂല്ലല്ലോ ഗൈസ്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ പിഞ്ചുകുട്ടി സാരി കൊടുത്ത് വന്നിട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഫ്ലോപ്പ്. എനിക്ക് ഇന്നലെ തൊട്ടെല്ലാം ഫ്ലോപ്പാണല്ലോ. എനിക്ക് ഇന്നലെ തൊട്ട് സീരിയസ്ലി എന്ത് ചെയ്താലും ഫ്ലോപ്പാണ്. എൻ്റെ സൈക്കിള് പഞ്ചറായി. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റാണ്ട് എന്തിനാ? പ്ലീസ് 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 പ്ലീസ്. നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ ഈ ടെമ്പിളിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാതിട്ട് ഭയങ്കര പീക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫുള്ള് അമ്പലത്തിന് ചുറ്റിനും ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒരു റൗണ്ടൊക്കെ അടിച്ച് നമ്മൾ എല്ലായിടത്തും നോക്കുവാണ് കേട്ടോ.
തന്നത്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ടേ. അപ്പൊ ഞങ്ങള് പുറത്തിരുന്ന് കണ്ടിട്ട് പോവാണ്. എവിടെ പോവാണ് അറിയില്ല, നോക്കാം. നമ്മൾ എന്തായാലും ഇറങ്ങി. സോ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഈ ദിവസം ഒരു സ്പെൻഡ് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മള് പോവാണ്. അവിടെ പോയിട്ട് പച്ചക്കറി ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി വാങ്ങാം. അതെ, എന്തായാലും നമ്മള് എന്തേലും ഒക്കെ ചെയ്യും. ഇറങ്ങിയല്ലോ, റെഡിയായി. സാരി ഉടുത്ത് ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്ന വ്ളോഗായിട്ട് നമുക്കിതിന് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അതെ, ഡെഡിക്കേഷൻ. നമ്മൾ ഇനിയും വരും എന്നിട്ട് നമ്മള് അമ്പലം എക്സ്പ്ലോർ ചെയ്യും. ഇനിയും വരും. നമുക്കങ്ങനെ നാണമൊന്നുമില്ല, ഇനിയും വരും.